തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്നത് ബി.ജെ.പി. ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവിടുത്തെ മേയറായിട്ടുള്ളത് വി രാജേഷാണ്. കൂടാതെ ഡെപ്യൂട്ടി മേയറായിട്ടുള്ളത് ആശാനാഥാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ കോർപ്പറേഷനിൽ നിരവധി സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് അവിടുത്തെ സുഗതൻ എന്ന് പറയുന്ന ബി.ജെ.പിയുടെ ഒരു കൗൺസിലറെ കാപ്പ കേസിലെ പ്രതിയാണ്, നിരവധി കേസുകളിൽ പ്രതിയാണ്. അതുകൊണ്ട് കാപ്പ ചുമത്തി അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് ഇട്ടു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് വലിയ വിവാദമായി മാറിയ കാര്യമായിരുന്നു. അതിൻ്റെ പുറത്ത് ബി.ജെ.പി. ഒരുപാട് നുണകൾ പറഞ്ഞിരുന്നു. പക്ഷേ എല്ലാം തന്നെ വീഡിയോയിൽ പോലീസ് ചിത്രീകരിച്ചതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മാല മോഷണം പോയി എന്നും കൂടാതെ മോശമായി പെരുമാറി എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതൊക്കെ തെറ്റാണ് എന്നുള്ളത് തെളിഞ്ഞു. അദ്ദേഹത്തെ വൈകുന്നേരം രാത്രിയാണ്, അദ്ദേഹം ഒളിവിലായിരുന്നു. വീട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോഴാണ് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തത്. യഥാർത്ഥത്തിൽ അദ്ദേഹം ചെന്ന് കീഴടങ്ങേണ്ടതായിരുന്നു. പക്ഷെ അതിന് സുഗതൻ തയ്യാറായില്ല എന്നുള്ളത് ഏറ്റവും ബി.ജെ.പിക്ക് ചീത്തപ്പേരുണ്ടാക്കിയ ഒരു കാര്യമാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങളൊക്കെ തന്നെ അതൊന്നും വലിയ ഫോക്കസ് ചെയ്ത് ഉയർത്തി കാണിക്കുന്നില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ഇവിടെ അങ്ങനെയാണല്ലോ, സെലക്റ്റീവായിട്ട് മാത്രമാണ് മാധ്യമ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ഇപ്പോൾ ഏതാണ്ട് മിക്ക മീഡിയകളും തന്നെ വി.ഡി. സതീശ മേനോൻ ഭജൻസായി മാറിയിരിക്കുന്ന അവസ്ഥ ഉണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാവുന്നൊരു കാര്യമാണ്. കൂടാതെ അവരെല്ലാവരും തന്നെ ബി.ജെ.പിക്കാരാണ് എന്നുള്ളതൊക്കെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ തൽക്കാലം ബി.ജെ.പി. ജയിക്കാത്തത് കൊണ്ട് മാത്രം അവർ വി.ഡി. സതീശനെ സപ്പോർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വി.ഡി. സതീശൻ ഇരുന്നാൽ പോലും ബി.ജെ.പി. ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത് കിട്ടും എന്ന് വിചാരിക്കുന്ന ആളുകളാണ്. അപ്പോൾ അത് സംഭവത്തിന് ശേഷം മറ്റൊരു സംഭവം കൂടി ഉണ്ടായി. അതിനെക്കുറിച്ച് വിശദമായി ഇന്നലെ വീഡിയോ എടുത്താണ്. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്നില്ല. 20ഓളം വരുന്ന കോർപ്പറേഷൻ കൗൺസിലർമാർ, ബി.ജെ.പിയുടെ കൗൺസിലർമാർ, അവരിൽ മേയറടക്കമുള്ള ആളുകളൊക്കെ മര്യാദക്ക് തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിക്കണം. പക്ഷേ ചില ആളുകളെ കൊണ്ട് ഇവിടുന്ന് ചുടിചോറ് വാരിച്ചു എന്ന് പറഞ്ഞാൽ അവരൊക്കെ തന്നെ ശബരിമല അയ്യപ്പനെ പിടിച്ചും അതുപോലെ തന്നെ പത്മനാഭസ്വാമിയെക്കുറിച്ചുമൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് സത്യപ്രതിജ്ഞ ചെയ്തു. ആ സത്യപ്രതിജ്ഞ റദ്ദാക്കി ഹൈക്കോടതി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട്, 2006 ഇത്തരത്തിൽ അള്ളാഹുവിനെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഹൈക്കോടതി അനുവദിച്ചു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അങ്ങനെ അള്ളാഹുവിനെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്താലും അത് അനുവദിക്കാൻ പാടില്ലാത്തത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ നമ്മുടെ ഹൈക്കോടതികളിൽ നിന്നൊക്കെ പലപ്പോഴും പലതരത്തിലുള്ള വിധികളൊക്കെ വരാറുണ്ട്. അത് ഓരോ ഇരിക്കുന്ന ജഡ്ജിൻ്റെയൊക്കെ ഡിസ്ക്രിപ്ഷൻ അനുസരിച്ച് വരും എന്നുള്ളതാണ്. പക്ഷെ അതുപോലും ഇപ്പോൾ ആയുധമാക്കി ബി.ജെ.പി. ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അത്തരത്തിലൊരു നാണക്കേടുണ്ടായി, വലിയ തിരിച്ചടി ഉണ്ടായി. പക്ഷേ തിരിച്ചടി ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് മേയർ വി രാജേഷൊക്കെ പറയുന്നത്. കാരണം ഇവരെ അയോഗ്യരാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് CPMലെ SP ദീപക്, അദ്ദേഹം ജില്ലാ കമ്മിറ്റി മെമ്പറാണ്, ഒരുപക്ഷെ CPMന് ഭരണം കിട്ടിയിരുന്നെങ്കിൽ മേയറാകുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹമാണ് കോടതിയിലേക്ക് പോയത്. അപ്പോൾ രണ്ട് തരത്തിലാണ് ഇവർ അറ്റാക്ക് നടത്തുന്നത്. ഒന്ന്, അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ 2006 നിയമസഭയിൽ MLA-മാരെ സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ ഇത്തരത്തിൽ പരാതി കൊടുക്കാൻ CPM തയ്യാറായില്ല. പകരം ഹിന്ദു ദൈവങ്ങളെ പിടിച്ച് സത്യപ്രതിജ്ഞ ചെയ്തപ്പോൾ തയ്യാറായി എന്ന് പറയുന്ന വർഗീയത കലർന്ന പ്രചരണമാണ് അവരൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ അസംബന്ധമാണ് എന്നുള്ളത് ഒരു വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അതിൻ്റെ പുറത്തൊരു തിരിച്ചടി കിട്ടിയിരിക്കുമ്പോഴാണ് ഇന്നലെ അവിടെ രണ്ട് വിഭാഗം കൗൺസിലർമാർ തമ്മിൽ ഏറ്റുമുട്ടാനുണ്ടായ കാര്യം. തിരുവനന്തപുരം കോർപ്പറേഷനിലെ LDFൻ്റെ കൗൺസിലർമാർ മേയറെ ഉപരോധിക്കാൻ തീരുമാനിച്ചു. അദ്ദേഹത്തെ അകത്തേക്ക് കടത്തിവിടാൻ പെട്ടില്ല. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാബിൻ്റെ മുമ്പിൽ വന്ന് സമരം ചെയ്യുകയായിരുന്നു. സാധാരണ അങ്ങനെയൊക്കെ സമരം ചെയ്യുമ്പോൾ മേയർമാർ വേറെ എവിടെയെങ്കിലും പോയി കുറച്ച് നേരം ഇരിക്കും, അല്ലാതെ വൈകുന്നേരം 6 മണിയൊക്കെ ആകുമ്പോൾ അവർ വീട്ടിൽ പോകും, അതിന് ചേർന്ന് ജോലി ചെയ്യും എന്നുള്ള ഒരു സാമാന്യ ബോധം കാണിച്ചാൽ മതി. പക്ഷേ ഇന്നലെ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, സാധാരണ വി രാജേഷ് അങ്ങനെ കാണിക്കാറുള്ളതാണ്. പക്ഷേ ഈ വി രാജേഷ് ഇന്നലെ എനിക്ക് തോന്നുന്നു ബി.ജെ.പിയുടെ തീരുമാനപ്രകാരമായിരിക്കും ഇതിൻ്റെ അകത്തേക്ക് കയറണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിക്കുകയും അകത്തേക്ക് കയറാൻ ശ്രമിക്കുകയും അത് വലിയ അടികലശലിലൊക്കെ തന്നെ അവസാനിക്കുകയൊക്കെ ചെയ്തു. അതിൽ വി രാജേഷ് ഒരു കാലിൽ പ്ലാസ്റ്റർ ഇട്ട് കിടന്നു. 10 മിനിറ്റ് അദ്ദേഹം എഴുന്നേക്കാൻ പറ്റാതെ താഴെ കിടന്നു എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ആശാനാഥുമൊക്കെ അലമുറയിട്ട് കരയുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടു. പക്ഷെ ഇതെല്ലാം വെറും നാടകമാണ്. ക്യാമറകളൊന്നും ഇല്ലെങ്കിൽ ഇവരെല്ലാവരും തമ്മിൽ കമ്പനി അടിച്ച് രസകരമായി വർത്താനമൊക്കെ പറഞ്ഞ് സൊറ പറഞ്ഞിരുന്ന് പുറത്തേക്ക് പോയാനെ എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. കൂടാതെ ഒരു CPMൻ്റെ കൗൺസിലർക്ക് പരിക്കേറ്റു. അവരുടെ തലയിൽ 4 സ്റ്റിച്ച് ഇടേണ്ട രീതിയിലുള്ള ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. അതെങ്ങനെ സംഭവിച്ചു എന്നറിയില്ല. പക്ഷേ ഇത്തരം ഒരു വലിയ സമരം CPM നടത്തുമ്പോൾ അതിനെ സഹിഷ്ണുതയോടുകൂടി നേരിടേണ്ടതായിരുന്നു ബി.ജെ.പി. എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ED ബഹളമൊക്കെ സാധാരണയായിട്ട് ഉണ്ടാവുന്നതാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിലൊന്നും പുതുമയുള്ള കാര്യമല്ല. കാരണം ആര്യ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ, ആര്യ മേയറായിരുന്നപ്പോൾ തന്നെ
അവിടെ രാജു എന്ന് പറയുന്ന ഒരു CPIയുടെ മിനിസ്റ്റർ ഉണ്ടായിരുന്നു. CPIയുടെ മിനിസ്റ്റർ അല്ല, ഡെപ്യൂട്ടി മേയർ ഉണ്ടായിരുന്നു. ആ CPIയുടെ ഡെപ്യൂട്ടി മേയർ യഥാർത്ഥത്തിൽ ഒരു തവണ അവിടെ ഇതുപോലെ പ്രതിഷേധിക്കാൻ വന്ന BJPയുടെ കൗൺസിലർമാരെ തുണിപൊക്കി കാണിച്ചു എന്ന് വരെ പരാതിയുള്ള ഒരു ആളാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പരിപാടികളും തിരുവനന്തപുരത്ത് നടക്കാറുണ്ട് എന്നുള്ളത് വാസ്തവമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ മാധ്യമങ്ങൾ ഇതൊക്കെ തന്നെ വലിയ ചർച്ചയാക്കുകയും വിഷയമാക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചോദിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം, അത് എന്തുകൊണ്ട് മാധ്യമങ്ങൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഒന്ന്, ആ തിരുവനന്തപുരം നഗരസഭ ഭരിക്കാൻ തുടങ്ങിയിട്ട് BJPക്ക് വലിയ പാളിച്ചകൾ സംഭവിച്ചിരിക്കുന്നു. കഴിഞ്ഞ തവണ റോഡുകളിൽ നിന്നുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, വെള്ളം വന്ന് നിറഞ്ഞിട്ടുണ്ട്, ചെളിവെള്ളം വന്ന് നിറഞ്ഞിട്ട് വീട്ടിലിരുന്ന് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. കൂടാതെ റോഡുകൾ മോശമായി കിടക്കുകയാണ്. ഇങ്ങനെയുള്ള നിരവധി പ്രശ്നങ്ങൾ, കുടിവെള്ളം തടസ്സപ്പെട്ടതുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നമുണ്ടായിരുന്നു. ആ കുടിവെള്ളം തടസ്സപ്പെട്ട് നഗരം മുഴുവൻ ദാഹജലം അന്വേഷിച്ച് ഓടുമ്പോൾ ആശാനാഥ് എന്ന് പറയുന്ന ഡെപ്യൂട്ടി മേയർ അവർ റീൽസ് താരം കൂടിയാണ്. അവർ റീലുകൾ എടുക്കുന്ന തിരക്കിലായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ അറിയണം. അപ്പോൾ ഇത്തരത്തിൽ കോർപ്പറേഷനെ കുറിച്ച് നേരത്തെ ഉണ്ടായിരുന്ന VV രാജേഷിനെ കുറിച്ചും അതുപോലെ തന്നെ മേയറെക്കുറിച്ചും ട്രിവാൻഡ്രം കോർപ്പറേഷനെ കുറിച്ചും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ജനങ്ങളുടെ ഒരു താല്പര്യം അത് നശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. യഥാർത്ഥത്തിൽ താല്പര്യമുണ്ടായിരുന്നു എന്നുള്ളത് മറ്റൊരു ചോദ്യമാണ്. കാരണം കോർപ്പറേഷനിൽ കൂടുതൽ സീറ്റുകൾ നേടി BJP അധികാരത്തിലേക്ക് വന്നെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ കോർപ്പറേഷനകത്ത് വോട്ട് കിട്ടിയത് LDFനാണ് എന്നുള്ളത് കൂടി എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർക്കണം. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിൽ തിരിച്ചടി ഇവർ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചടി നേരിടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഗിമ്മിക്കുകളും അഭ്യാസവും ഒക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് വാസ്തവം. യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെ വലിയ ചില മാധ്യമങ്ങളൊക്കെ തന്നെ റിപ്പോർട്ട് ചെയ്യുന്നത് അങ്ങേയറ്റം പക്ഷം പിടിച്ചുകൊണ്ടാണ്. കാരണം ഇത് അടിപൊളിയാണ്, VV രാജേഷ് ഗംഭീര ഭരണമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില ആളുകളൊക്കെ CPM ഇതുപോലെ ഈ സത്യപ്രതിജ്ഞയുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട് കോടതിയിലേക്ക് പോകാൻ പാടില്ലായിരുന്നു എന്നൊക്കെ തന്നെ ചില പ്രമുഖ യൂട്യൂബേഴ്സൊക്കെ തന്നെ പറയുന്നത് ഞാൻ കേട്ടു. ഞാനൊന്ന് അമ്പരന്ന് പോയി. എത്രത്തോളം ഇവരുടെ തലക്ക് ഈ പറയുന്ന വർഗീയ വികാരങ്ങൾ ഇവരെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഏറ്റവും മുഖ്യമായി ഉയർത്തി കാണിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ഒരു കാപ്പ കേസിലെ പ്രതിയെ എന്തിന് BJP മത്സരിപ്പിച്ചു എന്നുള്ളതാണ്. നാളെ ഇങ്ങനെ ആയിരുന്നുവെങ്കിൽ ഒരു കാപ്പ കേസിലെ പ്രതി തന്നെ ഒരു MLA ആകുന്ന ഒരവസ്ഥ കേരളത്തിൽ സൃഷ്ടിക്കപ്പെടില്ലേ എന്നുള്ളതാണ് എൻ്റെ രണ്ടാമത്തെ ചോദ്യം. അപ്പോൾ ഈ ഒരു കാര്യം അവരുടെ അദ്ദേഹം രാജിവെപ്പിക്കുന്നതിന് വേണ്ടി തയ്യാറാകേണ്ട ഒരു പാർട്ടിയോട് ചോദ്യങ്ങൾ മാധ്യമങ്ങൾ ചോദിക്കാത്തതെന്ത് എന്നുള്ളതാണ് എന്നെ അമ്പരപ്പിക്കുന്ന ഒരു കാര്യം. രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇപ്പോൾ അദ്ദേഹത്തിനെ കോടതി ജയിലിൽ അടച്ചിരിക്കുകയാണ് എന്നുള്ളത് നമുക്കറിയാം. ജാമ്യം ഇതുവരെ കിട്ടിയിട്ടില്ല. കാപ്പ കേസാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ജാമ്യം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. പക്ഷേ അദ്ദേഹം ഇപ്പോൾ 2 തവണയായിട്ട് അദ്ദേഹം ഒളിവിലൊക്കെ ആയിരുന്നുകൊണ്ട് കൗൺസിൽ യോഗത്തിൽ പങ്കെടുത്തിട്ടില്ല. ആ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാത്തതുകൊണ്ട് അദ്ദേഹം കൂടി പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കൗൺസിൽ യോഗം അനന്തമായി നീട്ടിക്കൊണ്ടിരിക്കുകയാണ് മേയർ VV രാജേഷ്. യഥാർത്ഥത്തിൽ ഇനി ജയിലിൽ വെച്ച് കൗൺസിൽ യോഗം ചേർന്നാൽ മാത്രമേ അദ്ദേഹത്തിന് പങ്കെടുക്കാൻ പറ്റൂ. അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പുറത്തേക്ക് കിട്ടണം, അതും സാധ്യതയില്ല. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ ഈ 3 കൗൺസിൽ മീറ്റിങ്ങിൽ കണ്ടിന്യൂസ്ലി പ്രസൻ്റ് ആയില്ലെങ്കിൽ അദ്ദേഹം അയോഗ്യനാക്കപ്പെടും. അതുകൊണ്ടാണ് കൗൺസിൽ മീറ്റിംഗ് നീട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി അല്ലെങ്കിൽ പോലും വലിയൊരു പ്രശ്നം കൂടിയുണ്ട്. കാരണം അയോഗ്യരാക്കപ്പെട്ട MLAമാർ കൗൺസിലേഴ്സിൻ്റെ കൂട്ടത്തിൽ ഈ പറയുന്ന സുഗതനുമുണ്ട്. 4 ആഴ്ചകൾക്കകം സത്യപ്രതിജ്ഞ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ അദ്ദേഹം വീണ്ടും അയോഗ്യനാകും എന്നുള്ളത് കൂടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ഇതിൻ്റെ ഇടയിലൂടെ ഇപ്പോൾ കോൺഗ്രസ് ഒരു അവിശ്വാസ പ്രമേയത്തിനു കൂടി മുതിരുകയാണ് എന്നുള്ളതാണ് നമ്മൾ കേൾക്കുന്നത്. അങ്ങനെ വന്നാൽ അവരുടെ നിലനിൽപ്പ് തന്നെ അപതാളത്തിലാകും. നേരത്തെ പറഞ്ഞ ധാർമ്മികമായിട്ടുള്ള ചോദ്യങ്ങൾ BJPയോട് മാധ്യമങ്ങൾ ചോദിക്കാത്തതെന്ത് എന്നുള്ളത് എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നു. ടോപ്പിക്ക് കഴിഞ്ഞു. ഇനി താല്പര്യമുള്ളവർ കേട്ടാൽ മതി. നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനലിൻ്റെ മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ്. 1 മുതൽ 6 വരെയുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള ലെവലുകളുണ്ട്. അതിലേതെങ്കിലും നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാം. മെമ്പർഷിപ്പ് എടുത്തു എന്നുള്ളതുകൊണ്ട് പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് വേണ്ടി മാത്രമായിട്ടുള്ള വീഡിയോകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഏതാനും ചില വീഡിയോകൾ നേരത്തെ കാണാം എന്ന് പറയുന്ന ഒരു ബെനിഫിറ്റ് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം എന്ന് താല്പര്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു ഓപ്ഷൻ വെച്ചേക്കുന്നത്. ഇനി അതല്ല, മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മുടെ ഗൂഗിൾ പേ നമ്പറും അക്കൗണ്ട് നമ്പറും ഒക്കെ കൂടി താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ചാനൽ നടത്തിക്കൊണ്ട് പോകുന്നതിനല്ല ഈ സപ്പോർട്ട് വളരെ ആവശ്യമായിട്ടുള്ളത്. നമുക്ക് മറ്റൊരു ചാനൽ കൂടിയുണ്ട്. അതിൻ്റെ പേര് പൊതുബോധത്തിനുമപ്പുറം രതീഷ് ചക്രപാണിയോടൊപ്പം എന്നാണ്. ഈ നാട്ടിലെ മാധ്യമങ്ങളൊക്കെ കൂടി അവരുടെ താല്പര്യങ്ങളാൽ സൃഷ്ടിക്കപ്പെടുന്ന ഒരു പൊതുബോധത്തിൻ്റെ അടിമകളാണ്
മഹാഭൂരിപക്ഷം ജനങ്ങളും എന്നുള്ളതാണ് വാസ്തവം, സമ്മതിച്ചാലും ഇല്ലെങ്കിലും. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ മോചിപ്പിക്കാനുള്ള ഒരു ചെറിയ പരിശ്രമം, ഒരു എളിയ പരിശ്രമം മാത്രമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ചാനലിൻ്റെ പേര് ബിയോണ്ട് കോമൺ കോൺഷ്യസ്നസ് വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. എന്ന് പറഞ്ഞാൽ BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്. അപ്പോൾ ആ ചാനലിൽ നമ്മൾ വലിയ ലെങ്തി ആയിട്ടുള്ള പോഡ്കാസ്റ്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ആ പോഡ്കാസ്റ്റുകളൊക്കെ എടുക്കുന്നതിന് വലിയ ചിലവുകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ആവശ്യമായിട്ട് വരുന്നത്. ഇപ്പോൾ 1 മണിക്കൂറും 44 മിനിറ്റുമുള്ള ഒരു പോഡ്കാസ്റ്റ് അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ആ പോഡ്കാസ്റ്റിൽ നമ്മൾ പറയുന്നത് എങ്ങനെയാണ് 2021 ഒരു കരുതൽ മുഖ്യമന്ത്രിയായി അധികാരത്തിലേക്ക് വന്ന പിണറായി വിജയൻ്റെ ഇമേജ് വളരെ ബോധപൂർവം ഇടിച്ചു തകർത്തത് എങ്ങനെയാണെന്നും അരവിന്ദ് കെജ്രിവാളിൻ്റെ അടുത്ത് പകർത്തിയിട്ടുള്ള അതേ തന്ത്രത്തിൻ്റെ ഏതാനും ചില ഭാഗങ്ങൾ ഇവിടെയും പയറ്റിയത് എങ്ങനെയാണെന്നും അതിനുവേണ്ടി രാഷ്ട്രീയ മാധ്യമ ഗൂഢാലോചനകൾ നടന്നത് എങ്ങനെയാണെന്നും ഒക്കെയുള്ള ആരും പറയാത്ത വിവരങ്ങളാണ് ആ പോഡ്കാസ്റ്റിനകത്തുള്ളത്. അത് നിങ്ങൾ വളരെ കൈനീട്ടി സ്വീകരിച്ചു എന്നുള്ളതിൽ വലിയ സന്തോഷമുണ്ട്. 16,000-ലധികം പേര് ഇപ്പോൾ അത് കണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഏതാണ്ട് 9,000-ഓളം വരുന്ന വാച്ച് അവറിലേക്ക് അത് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് വലിയ സന്തോഷം നിങ്ങളതിനെ സ്വീകരിച്ചതിൽ. അതിൻ്റെ അടുത്ത പോഡ്കാസ്റ്റ് കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ആ പോഡ്കാസ്റ്റിൽ VD സതീശൻ എങ്ങനെയാണ് മുഖ്യമന്ത്രിയായത് എന്നുള്ള അത്ഭുതത്തിൻ്റെ പിന്നിലെ രഹസ്യങ്ങളാണ് ഞാൻ കെട്ടഴിക്കുന്നത്. കേരളത്തിൽ ആരും പറയാത്ത കാര്യങ്ങളാണ്. അതിൽ VD സതീശൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയാകുമ്പോൾ അദ്ദേഹത്തിന് പാർലമെൻ്ററി പാർട്ടിയിൽ ഭൂരിപക്ഷമില്ലായിരുന്നു, നാമമാത്രമായ പിന്തുണയുണ്ടായിരുന്നുള്ളൂ. പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് ഭൂരിപക്ഷമില്ലായിരുന്നു. പക്ഷേ പിന്നീട് മുസ്ലിം ലീഗ് എന്ന് പറയുന്നൊരു പാർട്ടി എന്തുകൊണ്ടാണ് സാധാരണ കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഒരിക്കലും എടുക്കാത്ത പോലെ കോൺഗ്രസിനകത്തൊരു നേതാവ് ഇന്നയാളായിരിക്കണമെന്ന് തീരുമാനിക്കണമെന്ന് ശാഠ്യം പിടിക്കാൻ കാരണമെന്താണ് എന്നുള്ളതിൻ്റെയൊക്കെ പിന്നിലുള്ള ഞെട്ടിക്കുന്ന ഇൻഫർമേഷൻസാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. കൂടാതെ എങ്ങനെയാണ് ഇവിടുത്തെ ഒരു പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തിയത്, അതിൻ്റെ പിന്നിൽ കോടികൾ മുടക്കിയത് ആരാണ്, അവരുടെ വെസ്റ്റഡ് താല്പര്യങ്ങൾ എന്താണ്, അതുകൊണ്ടാണ് 1 മാസത്തിനകം ഏറ്റവും ജനപ്രിയമല്ലാത്ത നടപടികൾ VD സതീശൻ എടുക്കേണ്ടി വന്നത് എന്നുള്ളത് നിങ്ങൾ അറിയണം. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പോഡ്കാസ്റ്റ് ഉടനെ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഒരു 24 മണിക്കൂറിനകം അത് ചെയ്യാൻ കഴിയുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പക്ഷേ അങ്ങനെ ചെയ്യാൻ കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അറിയേണ്ടത്, നിങ്ങൾക്കതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ BCC വിത്ത് രതീഷ് ചക്രപാണി എന്ന് പറയുന്ന ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യേണ്ടതുണ്ട്, ബെല്ലൈക്കൺ പ്രസ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടൂ. അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം ആ ചാനലിന് കൂടിയായി. അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നവർ നമ്മളെ സപ്പോർട്ട് ചെയ്യണം. അല്ലാത്തവർ വിഷമിക്കേണ്ട. നിങ്ങൾ വീഡിയോകൾ കണ്ടുകൊണ്ടും കമൻറ്റുകളൊക്കെ ഇട്ടുകൊണ്ടും തന്നെ നമ്മളെ എൻകറേജ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യാനുള്ളൂ. നല്ല വിമർശനങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞോട്ടെ. ചാനലിൻ്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, മറന്നു പോകേണ്ട, BCC വിത്ത് രതീഷ് ചക്രപാണി എന്നാണ്.